കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വീണ്ടും ഒരു മധ്യവേനൽ അവധി കൂടി. ആരവങ്ങളൊഴിഞ്ഞ എൻ്റെ വിദ്യാലയത്തിനൊരവറ്റം അവിടെ ഏകയായി ഉറങ്ങുന്നുണ്ടാവും. അന്ന് മാർച്ചിൽ പരീക്ഷകൾ കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് എല്ലാവരും തൊടിയിലേക്കിറങ്ങുകയായി അവധിക്കാലം ആഘോഷിക്കാൻ. തുണിപ്പന്ത് കളി, പമ്പരം കൊത്ത്, ഗോലുകളി, നീന്തൽ, സൈക്കിൾ ചവിട്ട്, അങ്ങനെ പണ്ട് കളികൾ അനവധിയുണ്ടായിരുന്നു. അച്ഛനമ്മമാർ വടിയെടുക്കുമ്പോഴാണ് അന്നവർ കളികൾ മതിയാക്കിയിരുന്നത്. വീട്ടിൽ കയറിയാൽ പിന്നെ പുസ്തക വായനയാണ്. പൂമ്പാറ്റ, ബാലരമ, ബാലഭൂമി, മംഗളം, മനോരമ, മനോരാജ്യം, അങ്ങനെ 2 മാസം കഴിയുന്നതേ അറിഞ്ഞിരുന്നില്ല അവർ. ഇന്നോ കമ്പ്യൂട്ടറിലും ടാബിലും ലാപ്പിലും മൊബൈലിലുമായി അവർ വൃഥാസമയം തീർക്കുന്നു. ഫലം ആരോഗ്യമില്ല, വിശപ്പില്ല, കുളിയില്ല, ഐശ്വര്യമില്ല, ചിട്ടയില്ല, സഹനശേഷിയില്ല, സഹിഷ്ണുതയില്ല, പ്രതിരോധശേഷിയില്ല, വ്യായാമമില്ല, നീന്തലില്ല, സൈക്ലിംഗ് ഇല്ല. ഇനിയോ രക്ഷിതാക്കളും ഗുരുക്കന്മാരെയും ബഹുമാനം ഒട്ടുമില്ല, സമൂഹത്തോട് പ്രതിബദ്ധതയുമില്ല. എന്നാൽ കുറച്ചു പേർ ഇതിൽ പെടാതെ ഇന്നും ജീവിക്കുന്നു. പ്രതീക്ഷയോടെ. യാഥാർത്ഥ്യത്തിൽ ആ വരിയിലാണ് ഇന്ന് ലോകത്തിനു പ്രതീക്ഷ. ആ കുറച്ചു പേരിൽ നിങ്ങളുടെ പേരും ഉണ്ടാവട്ടെ. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ പ്രിയോർ. ഞാൻ സ്റ്റെഫാനിയ 7B സ്റ്റുഡൻസിനും ഞങ്ങളുടെ ഡിയർ ഫാമിലി ടീച്ചറിനോടൊപ്പം സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. റെവറൻഡ് ഫാദർ ലാസോ സിൻഡോ, തൂഷം സെൻറ്റ് മാക്സിമിലിയൻ കോൾബെ ചർച്ചിൻ്റെ പ്രീസ്റ്റ് ഇൻചാർജ്, പ്രശസ്ത ധ്യാനഗുരുവും വാഗ്മിയും, അതിലുപരി കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയ പരിവർത്തനം വരുത്തുവാനും പുഞ്ചിരി കൊണ്ട് ഹൃദയത്തിലെ മുണുമുണക്കുവാനും ദൈവിക കൃപ ലഭിച്ച പുരോഹിതൻ. നമ്മുടെ സ്വന്തം റേഡിയോ പ്രിയോറിലൂടെ ഈ യുവ വൈദികന് നമ്മുടെ കുട്ടികളോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. പ്രിയമുള്ള കൊച്ചുകൂട്ടുകാരെ, എൻ്റെ പേര് ലാസർ സിൻഡോ. ഞാൻ തൂശത്ത് വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ ദേവാലയത്തിലെ പ്രീസ്റ്റ് ഇൻചാർജാണ്. എല്ലാവർക്കും ഒരു നല്ല അവധിക്കാലം സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ഏറ്റവും പ്രത്യേകമായി നമ്മുടെ സ്കൂളിൽ നിന്ന് നടത്തുന്ന ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി മുൻകൈയെടുക്കുന്ന അധ്യാപകർക്കും PT അംഗങ്ങൾക്കും സഹകരിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടെ അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഒരു ചെറിയ കാര്യം നിങ്ങളോടൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ഈ കൊറോണയ്ക്കൊക്കെ ശേഷം നമ്മളുടെ വെക്കേഷനും നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമൊക്കെ ഉപയോഗിക്കുന്നതിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുകയും മൊബൈലിൻ്റെ അകത്ത് കാണുന്ന പല കാഴ്ചകളിലും വെർച്വലായിട്ടുള്ള ഒരു റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂട്ടുകാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മളുടെ വീടിൻ്റെ അരികത്തും നമ്മുടെ നാട്ടിലും പരിസരത്തൊക്കെയുള്ള കൂട്ടുകാരായിരുന്നു നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ കൂട്ടുകാരെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്.
അവരുമായിട്ടൊക്കെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അവരുടെ ജീവിത രീതിയും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻഫ്ലുവൻസ് ആയി പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കാര്യം നടത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുതിയ ട്രെൻഡുകളൊക്കെ നിങ്ങൾക്കറിയാം. കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടെ അവരോട് ആരോഗ്യമൊക്കെ എതിർക്കുകയാണെങ്കിൽ അവരോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം. ലഹരി പദാർത്ഥങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഉപയോഗം, അമിതമായിട്ടുള്ള ഉപയോഗം, ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതല്ല, അമിതമായിട്ട് ഗെയിം കളിക്കാനും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഇങ്ങനെ കറക്ഷൻ സ്വീകരിക്കാനായിട്ട് പറ്റാത്തൊരു മേഖലയുണ്ട്. മാതാപിതാക്കളിൽ നിന്നായാലും അധ്യാപകരിൽ നിന്നായാലും മുതിർന്നവരിൽ നിന്നായാലും ഒക്കെ അവരോട് എതിർക്കുകയും അതിലെന്തോ ഒരു പ്രത്യേകത, ഒരു എന്താ പറയുന്ന ഒരു സുഖമുണ്ട് എന്ന് കണ്ടെത്തുന്ന ഒരു രീതി, റിബൽ കിഡ്, 2K കിഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും വരുന്ന ഒരു രീതി. ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം പരിശ്രമിക്കുക. നിങ്ങളെന്നും വിദ്യാർത്ഥികളായിരിക്കില്ല, എന്നും 2025 ആയിരിക്കില്ല. നിങ്ങൾ വളരും. 2025 കഴിഞ്ഞ് 2026 വരും, 27 വരും, 28 വരും. അതിൻ്റെ ഒപ്പം നിങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കയറിപ്പോവുകയും നമ്മളെടുത്ത ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ തെറ്റായ തീരുമാനത്തിൻ്റെ പേരിൽ നമ്മൾ പിന്നിലായി പോവുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെക്കേഷൻ കാലഘട്ടം ഏറ്റവും ഭംഗിയായിട്ട് നമ്മളീ പറഞ്ഞ മൊബൈലിൻ്റെയും അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളുടെയൊക്കെ ഇടയിൽ നമ്മളുടെ ഈ ഒരു സ്വപ്നവും ഭാവിയൊന്നും വാടിപ്പോവാതിരിക്കാനായിട്ട്, ഒന്ന് തകർന്നു പോവാതിരിക്കാനായിട്ട് ഒരല്പം പ്രൊഡക്റ്റീവായിട്ട് ഈ ഒരു വെക്കേഷൻ കാലഘട്ടം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഈ ഒരു ഉദ്യമം ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുകയാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിലെ പ്രാചീന ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം. ഭാരതി, അമൃത ഭാരതി, അമരഭാരതി, സ്വരഭാരതി, അമരവാണി, സ്വരവാണി, ഗിർവാണവാണി, ഗിർവാണി, ഗൈർവാണി തുടങ്ങിയ പേരുകളിലും സംസ്കൃത ഭാഷ അറിയപ്പെടുന്നു. പ്രാചീന ഭാരതത്തിൽ എല്ലാ വിജ്ഞാന ശാഖകളും സംസ്കൃത ഭാഷയിലൂടെയാണ് പ്രചരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് വളരെ ചെറിയ ഒരു ജനവിഭാഗം മാത്രമേ ഈ ഭാഷയിൽ സംസാരിക്കുന്നുള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ ശ്രീനന്ദ പി പറയുന്ന ഒരു സംസ്കൃത കഥ കേൾക്കാം. പ്രിയ സഭാവാസിനഃ സർവേഭ്യോ നമഃ. അഹം അത്ര സഹസാ വിദധീതഃ ന ക്രിയാം ഇതി ആശയമധികൃത്യ ഏകാം കഥാം വദാമി. ഗോപാലപുരനാമ നഗരം. തത്ര ഗോപാലോ നാമ കർഷകः പുത്രമിത്രകളത്രാദിഭിः സാകം സുഖേന നിവസതി സ്മ. കർഷകस्य തस्य ഗൃഹേ ബഹുയः ഗൗः च आसन्. तासु नन्दिनी नामैकां गौः च आसीत्. सा द्रोणक्षीरा तथा सुहृदा चासीत्. नन्दिन्याः क्षीरं विक्रीय गोपालः सुखेन कालं निवसति स्म. एकस्मिन् दिने कर्षकस्य परमसुहृत् कश्चन गृहमागत्वा एवमवदत्. भो मित्रगोपाल, ग्रामे अस्मिन् कश्चन श्रेष्ठी निवसति किल? तस्य भ्रातृजयायाः दुहितुः विवाहसंवत्सरे विवाहोत्सवे 100 लीटर् परिमितस्य दुग्धम् आवश्यकता भवेत्. 100 लीटर् दुग्धम्? अस्तु दास्यामि. एतावन्मात्रं क्षीरं विक्रीय
ബഹുധനം ലപ്സ്യേ തേന ധനേന നൂതനഗൃഹനിർമ്മാണം കരിഷ്യാമി. സന്തുഷ്ടഃ ഗോപാല നന്ദിനിം ദിവാനിശം സേവതേ. സ തസ്മൈ ആതൃപ്തിപ്രഭൂതം ഗ്രാസാദികം ദദാതി. ജലം പായേതി പ്രാതം സായം ച തൈലം കൃത്വാ സ്നാപേതി ച. ഏവ സേവാനിരതസ്യ മാസൈകഃ അതീതഃ. അസ്മിन् അവസരെ കർഷകസ്യ ഭാര്യ രാധാ പുത്രസകാശ പ്രത്യാവർത്തത. ഗോപാലः വൃത്തം സർവേ വിസ്താരേണ താം അകഥയത്. സാ ശ്രുത്വാ തുഷ്ട്വാ സാ സത്വരം കുലാലഗൃഹം അഗച്ഛത്. ഗഡദശകം അക്രീണാത്. തദൈവ ശ്രേഷ്ഠി ദുഗ്ധായ ഗോപാലം അകാരയത്. സഹ തു ശീഘ്രം ഉപചാരൈഃ ഗാം അപൂജയത്. കരേ പാത്രം ധൃത്വാ ദോഹനായ ഗോഃ സമീപം ഗച്ഛതി സ്മ. മാസപര്യന്തേ ക്ഷീരസ്യാലോഹനാത് ക്ഷീരഹീനാ നന്ദിനി. ഗോപാലഹസ്തേ പാത്രം ധൃത്വാ ഏവ അകൂർത്തതാ. നന്ദിനി ത്വം കഥം മാമേവം വ്യാകുലയസി. ശതൈകം ലുപ്തർദുഗ്ധം സത്വരം ദേഹി. ഗോപാലः പുനഃ പുനഃ പ്രാർത്ഥയതി സ്മ. ഭോക്തും പ്രയതമാനം ഗോപാലം സ്ക്രുദ്ധാ സാ നന്ദിനി പുഷ്ടപാദേന താടയതി സ്മ. ഗോപാലസ്യ മുഖം തു രക്തരഞ്ജിതം ച അഭവത്. തസ്യ താദൃശസ്ഥിതിം അവലോക്യ രാധാ മൂർച്ഛിതാം ജാതാ. യേന കേനാപി പ്രകാരേണ രാധായാം മൂർച്ഛാം ദൂരീകൃത. ഗോപാലः താം ഏവം അവദത്. മാസാന്തേ അസ്മിൻ ധനി ഭവിഷ്യാമി ഇതി ചിന്തയിത്വാ ഏവ മയാ മാസപര്യന്തം ധേനുരീയം ന ദുഗ്ധം. തസ്മാദിയ ക്ഷീരഹീനാ ജാതാ. മയാ സ്വകീയ വർത്തമാനമപി വിനാശിതം. മമ ചക്ഷുഃ ഏഭിഃ ശോണിതബിന്ദുഭിः ഉന്മൂലിതം. യത്കാര്യം അപി അവിചാര്യ ന കർത്തവ്യം. ധന്യവാദः. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വർഷങ്ങൾക്കിപ്പുറവും കേൾക്കുമ്പോൾ നാം അറിയാതെ ഹൃദയതന്ത്രികളിൽ രാഗം മീട്ടുന്നൊരു ഗാനം. അമരം എന്ന ചിത്രത്തിലെ ഹൃദയരാഗതന്ത്രി മീട്ടി എന്ന ഗാനവുമായി തീർത്ത MS. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി. പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർക്ക് വിദൂഷകന്മാരുണ്ടായിരുന്നു.
രാജാക്കന്മാർക്ക് വിനോദം നൽകുകയാണ് വിദൂഷകന്റെ ചുമതല. എന്തു പറയാനും വിദൂഷകന് സ്വാതന്ത്ര്യമുണ്ട്. രാജാവിനെ പോലും വിമർശിക്കാം. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ കൃഷ്ണദേവരയുടെ വിദൂഷകനായിരുന്നു തെന്നാലിരാമൻ. ബുദ്ധിശക്തിയിലും വാക്ശക്തിയിലും അനുഗ്രഹിക്കപ്പെട്ട ആ അതുല്യ പ്രതിഭയെക്കുറിച്ചുള്ള കഥകളാണ് തെന്നാലിരാമൻ കഥകൾ. എന്നാൽ ഇനി അനന്യയുടെ ഒരു തെന്നാലിരാമൻ കഥയാകട്ടെ, അല്ലേ? രാജാവിൻ്റെ സ്വപ്നം. വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ. ഒരു ദിവസം രാത്രിയിൽ രാജാവ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ഫടികം കൊണ്ടുള്ളൊരു കൊട്ടാരം. കൊട്ടാരത്തിൽ പതിപ്പിച്ചിരുന്ന തിളക്കമുള്ള കല്ലുകളും അതിലെ പ്രകാശവും സൗകര്യങ്ങളുമെല്ലാം രാജാവിനെ വല്ലാതെ ആകർഷിച്ചു. ഉറങ്ങിയെണീറ്റിട്ടും താൻ സ്വപ്നത്തിൽ കണ്ട ആ കൊട്ടാരത്തെ മറക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. അടുത്ത ദിവസം സഭയിലെത്തിയ രാജാവ് ഉദാസീനനായിരുന്നു. ഇത് കണ്ട സഭാവാസികൾ രാജാവിനോട് കാര്യമെന്താണെന്ന് തിരക്കി. രാജാവ് താൻ സ്വപ്നത്തിൽ കണ്ട ആ കൊട്ടാരത്തെക്കുറിച്ച് സഭയിലുള്ളവരോടായി പറഞ്ഞു. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ അത്ഭുത കൊട്ടാരത്തെക്കുറിച്ച് കേട്ടതും അവർ ആശ്ചര്യപ്പെട്ടു. അപ്പോഴാണ് രാജാവ് സഭയിലുള്ളവരോടായി ഇപ്രകാരം പറഞ്ഞത്: ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ കൊട്ടാരം പണിയാൻ ഒരു ശില്പിയെ നിങ്ങൾ എത്രയും വേഗം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുന്നവർക്ക് 1000 സ്വർണ്ണനാണയം സമ്മാനമായി നൽകുന്നതാണ്. രാജാവിൻ്റെ ആജ്ഞ കേട്ട സഭാവാസികൾ ഞെട്ടി. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കൊട്ടാരം പണിയുന്നൊരു ശില്പിയോ? അങ്ങനെ ഒരാളെ നമ്മൾ എവിടെ പോയി കണ്ടെത്താനാണ്? അവർ പരസ്പരം ചോദിച്ചു. എന്നാൽ രാജാവിനോട് അങ്ങനെ പറയാൻ ആർക്കും തന്നെ ധൈര്യം വന്നില്ല. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. അപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞത്: നമുക്ക് തെന്നാലിരാമനെ പോയി കണ്ടാലോ? തീർച്ചയായും ഇതിൽ നമ്മളെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ സഭാവാസികൾ എല്ലാവരും കൂടി തെന്നാലിരാമനെ കണ്ട് നടന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു: അല്ലയോ തെന്നാലിരാമ, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ദയവായി ഞങ്ങളെ സഹായിക്കൂ. ഇത് കേട്ട രാമൻ അവരോട് പറഞ്ഞു: നിങ്ങൾ എനിക്ക് ഒരാഴ്ച സമയം നൽകണം. തീർച്ചയായും ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തുന്നതാണ്. രാമൻ്റെ ഉറപ്പ് കിട്ടിയതും സഭാവാസികളെല്ലാവരും സന്തോഷത്തോടെ മടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. രാജാവ് ശില്പിയുടെ കാര്യം ഇടയ്ക്കിടെ ചോദിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൊട്ടാരത്തിൽ ഒരു വൃദ്ധൻ രാജാവിനെ കാണാനായി എത്തി. കയ്യിൽ ഊന്നുവടിയും തലയിൽ തലപ്പാവും ധരിച്ചു വന്ന ആ വൃദ്ധൻ്റെ താടി മുഴുവൻ നരച്ചതായിരുന്നു. രാജാവിനെ കണ്ടതും വൃദ്ധൻ പറഞ്ഞു: രാജാവേ, ഞാനൊരു പരാതി ബോധിപ്പിക്കാനായി എത്തിയതാണ്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് അങ്ങ് എനിക്കൊരു വാക്ക് നൽകണം. ഇത് കേട്ട രാജാവ് വൃദ്ധനോട് ചോദിച്ചു: ഞാൻ അങ്ങക്ക് എന്ത് വാക്കാണ് നൽകേണ്ടത്? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു: രാജാവേ, എൻ്റെ സമ്പാദ്യമെല്ലാം ഒരാൾ കൊള്ളയടിച്ചു. അതാരാണെന്ന് ഞാൻ പറയാം. പക്ഷെ അതാരായാലും മുഖം നോക്കാതെ തന്നെ ശിക്ഷ നൽകണമെന്ന് എനിക്ക് വാക്ക് നൽകണം. അപ്പോൾ രാജാവ് പറഞ്ഞു: നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ചെയ്യാൻ ആർക്കാണ് ധൈര്യം വന്നത്? ആരായാലും മുഖം നോക്കാതെ തന്നെ ശിക്ഷ നൽകുന്നതാണ്. രാജാവിൽ നിന്ന് ഉറപ്പ് കിട്ടിയതും ആ വൃദ്ധൻ പറഞ്ഞു: എൻ്റെ സമ്പാദ്യം കൊള്ളയടിച്ചത് അങ്ങാണ് പ്രഭു. ഇത് കേട്ട രാജാവിന് തൻ്റെ കോപമടക്കാനായില്ല. നിങ്ങളതെന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചെന്നോ? ഈ രാജ്യം തന്നെ എൻ്റേതാണ്. ഞാൻ എന്തിനു നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കണം? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു: ക്ഷമിക്കണം പ്രഭു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടതാണ്. അങ്ങ് കുറച്ച് സൈനികരുമായി എൻ്റെ വീട് കൊള്ളയടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്ത് നീതി ചോദിക്കാൻ വന്നത്. ഇത് കേട്ട രാജാവിന് ചിരി അടക്കാനായില്ല. അദ്ദേഹം വൃദ്ധനോട് ചോദിച്ചു: അങ്ങ് സ്വപ്നം കണ്ടതല്ലേ? സ്വപ്നവും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് എനിക്ക് തന്നെ ശിക്ഷ നൽകുന്നത്? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു: അതെങ്ങനെയാണ് പ്രഭു? അങ്ങേക്ക് സ്വപ്നത്തിൽ കണ്ട അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കൊട്ടാരം പണിയാമെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ കണ്ട കള്ളന് ശിക്ഷയും നൽകാം. അത് കേട്ടപ്പോൾ രാജാവും സഭയിലുള്ളവരും അമ്പരന്നു. അപ്പോൾ വൃദ്ധൻ തൻ്റെ തലപ്പാവും നരച്ച താടിയുമെല്ലാം മാറ്റി. ആളെ തിരിച്ചറിഞ്ഞ രാജാവും സഭാവാസികളും അമ്പരന്നു. അവർ വിളിച്ചു: തെന്നാലിരാമൻ. അപ്പോൾ തെന്നാലിരാമൻ രാജാവിനോട് പറഞ്ഞു: അല്ലയോ പ്രഭു, സഭാവാസികളുടെ സമസ്യയ്ക്ക് പരിഹാരം കാണാനാണ് ഞാൻ ഇങ്ങനെ വേഷം കെട്ടിയത്. ഒരു വൃദ്ധനായി വന്ന് അങ്ങയെ കബളിപ്പിച്ചതിന് ദയവായി എന്നോട് ക്ഷമിക്കൂ. ഇത് കേട്ട് രാജാവ് പറഞ്ഞു: അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല രാമ. തെറ്റെൻ്റേതാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. അതൊരിക്കലും സാധ്യമാകാത്തതാണെന്ന് ഓർത്തില്ല. ആ സത്യം ബോധ്യപ്പെടുത്തിയതിന് നിങ്ങൾക്ക് നന്ദി. അങ്ങനെ രാജാവ് തൻ്റെ സ്വപ്നത്തിൽ കണ്ട കൊട്ടാരം നിർമ്മിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു. അതോടെ സഭാവാസികളെല്ലാവരും സന്തുഷ്ടരായി. അവർ തെന്നാലിരാമനോടുള്ള തങ്ങളുടെ നന്ദിയും അറിയിച്ചു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മനസ്സിൻ്റെ ഉണർവിനും ഉന്മേഷത്തിനും നൽകപ്പെടുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് വായന.
വായന മനസ്സിൻ്റെ അകത്തടങ്ങളിലേക്ക് വെളിച്ചവും അനുഭവങ്ങളും ആശയങ്ങളും സന്നിവേശിപ്പിക്കുകയും അതുവഴി മനസ്സിന് ആനന്ദവും ഹൃദയത്തിന് വിശാലതയും ഉണ്ടാക്കുന്നു. എന്നാൽ ഏഞ്ചൽ വർഗീസ് അവതരിപ്പിക്കുന്ന ഒരു പുസ്തക പരിചയം കേട്ടു നോക്കാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത് ബിരിയാണി എന്ന ചെറുകഥയെക്കുറിച്ചാണ്. ശ്രീ സന്തോഷ് ഏച്ചിക്കാനം എഴുതിയ വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയാണ് ബിരിയാണി. ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാനുഷികതയുടെ ആവശ്യത്തിലേക്കുള്ള ചൂണ്ടുപലകകളുമാണ്. ബിരിയാണി എന്നത് വിശപ്പിൻ്റെ അടയാളപ്പെടുത്തലാണ്. ആവശ്യത്തിലുമധികമായി വിവാഹ വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി കൊണ്ടുകളയാൻ കുഴിവെട്ടാനായി എത്തുന്ന അന്യസംസ്ഥാനക്കാരനായ ഒരാളാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. അയാൾക്കൊപ്പം പൊക്കമുള്ള കുഴിയിൽ ബിരിയാണി നിറയ്ക്കുമ്പോൾ വിശപ്പിൻ്റെ നിസ്സഹായത അയാളിലേക്ക് കനിഞ്ഞിറങ്ങുന്നുണ്ട്. ജനാധിപത്യപരമായ ഒരു രാജ്യത്തിൻ്റെ ചില വിശപ്പ് മുഖങ്ങളിലേക്കാണ് എഴുത്തുകാരൻ സഞ്ചരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതിരിക്കാനും അപരൻ്റെ വിശപ്പിൻ്റെ ആഴം മനസ്സിലാക്കാനും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി. വിദ്യാലയ ജീവിതത്തിൻ്റെ രസങ്ങൾ അത്രയും ഒപ്പിയെടുക്കുന്ന ഒരു കവിത. ശ്രീ ഒളപ്പം മണ്ണിയുടെ എൻ്റെ വിദ്യാലയം എന്ന കവിത അവതരിപ്പിക്കുന്നത് സ്റ്റെഫാനിയ തോമസ്. തിങ്കളും താരങ്ങളും തുവള്ളി കതിർ ചിന്നും തുങ്കമാമാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാന മിന്നതാ ചിരിക്കുന്നു പലോളി ചിതറുന്നു. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട് ചെറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ. മധുരമി ജീവിതം ചെറുതാണെന്നെങ്കിലും പർദ്ദൻ കഷ്ടപ്പാടു പെരുമ കള്ളത്താണി പറവു മഹത്വത്വം പരസേവനം കാര്യം. ആരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. തിങ്കളും താരങ്ങളും തുവള്ളി കതിർ ചിന്നും തുങ്കമാമാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നിവേദ്യ PS. ഈ വർഷത്തെ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് 2025 ഏപ്രിൽ 4-ാം തീയതി ആരംഭിച്ചു. നമ്മുടെ വിദ്യാലയത്തിലെ ആത്മാർത്ഥമായ സേവനത്തിന് ശേഷം ഓഫീസ് അസിസ്റ്റന്റ് ശ്രീ ഷിജു ജോർജ് തൈക്കുടം സെയിന്റ് അഗസ്റ്റിയൻ UP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയും പകരം അവിടെ നിന്ന് ശ്രീ ബെൻസൺ നമ്മുടെ വിദ്യാലയത്തിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയി ചാർജ് എടുക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം മാർച്ച് 31 തീയതി നമ്മുടെ വിദ്യാലയത്തിലെ ശ്രീമതി റീഗൽ ടീച്ചർ, ശ്രീമതി ആനി ഫാമില ടീച്ചർ, ശ്രീമതി ടീന റഫീൽ ടീച്ചർ, ശ്രീമതി മേഴ്സി KJ ടീച്ചർ എന്നിവർ തങ്ങളുടെ സേവനകാലം പൂർത്തിയാക്കി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് അധ്യാപകരും കുട്ടികളും സമുചിതമായ യാത്രയയപ്പ് നൽകി. സർക്കാർ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ആഴ്ച നമ്മുടെ വിദ്യാലയത്തിൽ സ്പെഷ്യൽ റൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നു. ഇതോടെ ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ലോകത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ഏവരും ആഗ്രഹിക്കുന്നു. എന്നാൽ സ്വയം മാറ്റത്തിന് വിധേയരാകാൻ ആരും തയ്യാറല്ല തന്നെ. നല്ല മാറ്റങ്ങൾ ഇന്നും എവിടെയും ഏവരിലും വേണം. നന്മയെ പിന്തുടരാൻ തിന്മയെ പാടെ വേണ്ടെന്ന് വയ്ക്കാനും നമുക്കാകട്ടെ. റേഡിയോ പ്രിയോർ വീണ്ടും അടുത്ത ആഴ്ച. വി വിത്ത് ഫാമിലി ടീച്ചർ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ
കളകള ഒഴുകി വരും കുളിരലയിൻ നാദം അലകടലിൽ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനം മാവിൻ